ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെസ്സാഗു ലേണിംഗ് ആപ്പ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC, ഗ്രൂപ്പ് ഡി, RRB തുടങ്ങിയ എക്സാമുകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ചില ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് നോക്കുക, നമുക്കിപ്പോൾ മുന്നിൽ എന്താ കാണുന്നത്? ഒരു ട്രയാങ്കിളാണ് അല്ലേ, ഒരു ട്രയാങ്കിളാണ്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം ഒരു വര വരയ്ക്കുകയാണ്. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ? ഫസ്റ്റ് വിഷനിൽ നമുക്ക് എത്ര കിട്ടുക? 2 ആണ്, 1 and 2. പക്ഷേ അതാണോ ഉത്തരം? അല്ല. അവിടെ ടോട്ടലി എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഈ ഓൾ ട്രയാങ്കിളും കൂടുന്നുണ്ട് അല്ലേ. സോ 1, 2 and 3 ആണ്. 3 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ വരയുടെ എണ്ണം ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, വരയുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ട്രയാങ്കിളിൻ്റെ എണ്ണവും സ്വാഭാവികമായിട്ട് കൂടുമല്ലോ. ഓക്കെ, നോക്കുക, 1, 2, 3 അല്ലേ. 3 ആണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. ഇനി 1ഉം 2ഉം ഒരു ട്രയാങ്കിളായിട്ട് മാറുന്നുണ്ടല്ലോ. 2ഉം 3ഉം ഒരു ട്രയാങ്കിളായിട്ട് മാറുന്നുണ്ട്. 1ഉം 2ഉം 3ഉം ചേർന്ന ആ വലിയ ട്രയാങ്കിളും അവിടെ ഉണ്ട് അല്ലേ. സോ ടോട്ടലി എത്രയായി? 6 ട്രയാങ്കിൾസ് ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ഈ വരയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലോ, അവിടെ 7ഓ 8ഓ വരകൾ വന്നാലോ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വെപ്രാളം കൂടും, നമ്മുടെ സമയം നഷ്ടപ്പെടും, അപ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടും. ഇതൊക്കെയാണ് എക്സാമിന് പൊതുവേ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 1, 2, 3 ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്യുക. 1 + 2 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. 6 ആണ് അവിടെ കിട്ടുന്നത്. നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? അതും 6 തന്നെയാണല്ലോ അല്ലേ. വിച്ച് മീൻസ് ട്രിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ. നമുക്കൊരു ചോദ്യം കൂടി നോക്കാം. ഇവിടെ എത്ര വരകളുണ്ട്? 1, 2, 3, 4, 5, 6 ലൈൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക, ഇവിടെ ടോട്ടൽ എത്ര പോർഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 അല്ലേ. 7 വരെ പോർഷൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എണ്ണം കൂടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കൂട്ടാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും ചിലവർക്കെല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഈ ഏറ്റവും ഉയർന്ന സംഖ്യയെ n എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. ഇവിടുത്തെ വാല്യൂ 7 ആണ്. സോ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ്, n × n + 1 / 2. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും കിട്ടുക? 7 × 8 / 2. 7 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ് അല്ലേ. 56 ആണ്. 56 / 2 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. സോ ഈ ഫിഗറിലുള്ള ട്രയാങ്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് വെർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ ഹൊറിസോണ്ടൽ ലൈനാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ട്രയാങ്കിളിൽ ഒരു ഹൊറിസോണ്ടൽ ലൈനാണല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എത്ര ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, ഈ ഒരു വലിയ ട്രയാങ്കിൾ. ഓക്കെ, പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനൊരു ട്രയാങ്കിളൊക്കെ ആയിട്ട് ചിലവർക്ക് തോന്നാം, പക്ഷേ അത് ട്രയാങ്കിൾ അല്ല അല്ലേ. ടോട്ടലി അവിടെ എത്ര ട്രയാങ്കിൾസ് ഉള്ളൂ? 2 ട്രയാങ്കിളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ എണ്ണം നോക്കുക. ഓക്കെ, ഇവിടെ 2 ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലോ. സോ അവിടെ 2 ട്രയാങ്കിളേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഫിഗർ നോക്കുക, ഇവിടെ 3 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. വിച്ച് മീൻസ് അവിടെ എന്തായിരിക്കും? 3 ട്രയാങ്കിൾസ്. അതുപോലെ 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പഠിച്ചു. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് നോക്കാം. ദാ ഈ ഫിഗർ നോക്കുക, ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ആയിരിക്കും ഉണ്ടാവുക? ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ഈ ചെറിയ പോർഷൻ മാത്രം ഒന്ന് എടുക്കാം. ഓക്കെ, 1, 2, 3 അല്ലേ. മുകളിൽ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ 3 ട്രയാങ്കിൾസ്. ഇനി ഈ വലിയ പോർഷൻ ഒന്ന് എടുത്ത് നോക്കി, 1, 2 and 3. ഓക്കെ, 1, 2, 3. അപ്പോൾ ടോട്ടലി എത്രയായി? 6. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെയും ഇപ്പം പഠിച്ചതിൻ്റെയും ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതുപോലെ എത്ര ലൈൻസ് കൂടിയാലും, വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ കൂടിയാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സാംസിന് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.